ഈ ഖാസിമാരുടെയൊക്കെ പാണ്ഡിത്യത്തെക്കുറിച്ചുള്ളതാണ്. അങ്ങനെ ഒരു പണ്ഡിത വിഭാഗം മാത്രമായിരിക്കണോ ഖാസിമാരായിട്ട് വരേണ്ടത്, അല്ലെങ്കിൽ ആത്മീയമായ നേതൃത്വം, നബി പരമ്പരയിൽപ്പെട്ട ആത്മീയ നേതൃത്വത്തിനു കൂടി ഈ ഖാസി അല്ലെങ്കിൽ ആ ഖാസി ആവാനുള്ള പണ്ഡിതന്മാരാണ് ആത്മീയ നേതൃത്വം എന്ന് പറയുന്നത്. അത് പക്ഷെ പരമ്പരാഗതമായി കിട്ടുന്നൊരു ആത്മീയ നേതൃത്വം ഉണ്ടല്ലോ. പരമ്പര എന്ന് പറയുന്ന അറിവിലൂടെയുള്ള പാരമ്പര്യമാണ്, കുടുംബ പാരമ്പര്യമല്ല. ഇപ്പൊ പാണക്കാട് സാദിഖ് അലി തങ്ങൾക്ക് കുടുംബപരമായിട്ടുള്ളൊരു പാരമ്പര്യമുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് മതപരമായിട്ടുള്ള ഒരു ബിരുദത്തിന്റെ കാര്യത്തിലൊന്നാണ് വലിയ ഉന്നതമായ. അദ്ദേഹത്തിന് മതപരമായ വിവരം ഇല്ല എന്ന് അദ്ദേഹമോ അല്ലെങ്കിൽ കൂടെയുള്ള ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പക്ഷെ ഇപ്പൊ തർക്കം അതാണല്ലോ. ഉമർ ഫൈസി മുക്കത്തെ പോലെ മുതിർന്ന മുഷാവറ അംഗങ്ങൾ പറയുന്നത് ഉമർ ഫൈസി ഒരിക്കലും അങ്ങനെ ഒരു തങ്ങളെ പേര് പറഞ്ഞിട്ടില്ല, പാണക്കാട് തങ്ങളെ പേര് പറഞ്ഞിട്ടില്ല. പക്ഷെ ഖാദിയാവണമെങ്കിൽ എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ എന്ന് അതിലാരും അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. അതാണിപ്പോ സ്വാഭാവികമായിട്ടും പാണക്കാട്ട് തങ്ങൾക്കെതിരാണെന്ന് വരുന്നത്. അപ്പൊ ആ ചോദ്യത്തില് ആത്മീയ പാരമ്പര്യം മതിയോ എന്നുള്ളതാണ് ചോദ്യം. ഇൽമിന്റെ, വിജ്ഞാനത്തിന്റെ കഴിവാണ് ഖാദി വിഷയത്തിൽ പരിഗണിക്കുന്നത്. അത് സയ്യിദായ ആൾക്കും ഇൽമിൽ ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. സാധാരണക്കാരായ ആളും ഇൽമുള്ളവരും ഇല്ലാത്തവരും ഉണ്ടാകും. അറിവില്ലാതെ ഒരു വിഷയം കൈകാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയില്ലേ. ഇപ്പൊ ഖാസി ഫൗണ്ടേഷൻ പോലൊരു പ്രസ്ഥാനം രൂപീകരിക്കുന്നത് തന്നെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഖാസി പട്ടം ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. സമസ്തയിൽ നിന്ന് വിഭിന്നമായൊരു മഹല്ല ഫൗണ്ടേഷനൊക്കെ വിഭിന്നമായിട്ടൊരു ഖാസി ഫൗണ്ടേഷൻ രൂപീകരിക്കുന്ന പോലും അതിനു വേണ്ടിയാണ്. ഖാസി ഫൗണ്ടേഷനെ പറ്റി അവർ രണ്ടുപേരും ചേർന്ന് പറഞ്ഞതായിട്ട് മീഡിയകളിൽ നമ്മൾ കണ്ടത് അവരുടെ ഒരു ഓഫീസ് പ്രവർത്തനത്തിന് വേണ്ടിയുള്ളൊരു സംവിധാനം എന്ന് മാത്രമാണ്. അത് ഏത് ഖാസിക്കും ഒരു ഫൗണ്ടേഷൻ ഉണ്ടാവാം. പാണ്ഡിത്യം തന്നെയാണ് അതിന്റെ അടിസ്ഥാനം എന്നുള്ള കാര്യം തർക്കമില്ല. അതിലാർക്കും തർക്കം ഉണ്ടാവില്ല. പിന്നെ എന്തിനാണ് ലീഗ് ഇതിനകത്ത് വല്ലാതെ ബേജാറാവുന്നത്? ലീഗ് എവിടെയെങ്കിലും ബേജാറായിട്ടുണ്ടോ? പാണക്കാട് തങ്ങൾക്കെതിരാണിത്. ലീഗ് ഇപ്പോൾ ആദർശ സമ്മേളനം വിളിച്ചു ചേർത്ത് സ്വാഭാവികമായിട്ടും മൈൻഹാജിയെ പോലുള്ള വലിയ നേതാക്കന്മാരെ വിളിച്ചു പറയുന്നു, ഞങ്ങൾ ഉമർ ഫൈസിയെ പുറത്താക്കണം. എന്നാൽ ഉമർ ഫൈസി പറഞ്ഞ തെറ്റാണ്. ഉമർ ഫൈസി പറഞ്ഞത് താങ്കൾ പറഞ്ഞത് ശരിയായ അവരുടെ സംഘടനയ്ക്കിടയിലുള്ള വിഷയമാണ്. അല്ല, ലീഗാണ് ഇടപെടുന്നത്. ഈ ലീഗ് അല്ല, ലീഗ് എന്ന നിലക്കാണോ അതിൽ ഇടപെട്ടത്? അല്ലെങ്കിൽ ലീഗിനെ അനുകൂലിക്കുന്നവർ ഒരു പ്രത്യേക സംഘടന ഉണ്ടാക്കും. അതൊക്കെ പുറമേ നിന്ന് നമ്മൾ വീക്ഷിക്കുന്നതാണ്. അതൊക്കെ അവരോട് തന്നെ ചോദിച്ചാൽ കൃത്യമായി മനസ്സിലാകുന്ന കാര്യങ്ങളെ എനിക്ക് തോന്നുന്നില്ല നമ്മൾ അങ്ങനെ ഒരു ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന്. ഇത് വിഷയം പാണ്ഡിത്യത്തിന്റെ ആണല്ലോ. പാണ്ഡിത്യവും ആത്മീയ നേതൃത്വവും രണ്ടും രണ്ടാണെന്ന് പറയുമ്പോഴാണല്ലോ രണ്ടും ഒന്ന്. അല്ല, പാണ്ഡിത്യമാണ് ഖളാഇന് വേണ്ടത് എന്നുള്ള വിഷയത്തിൽ ആരെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? ഇല്ല. പാണ്ഡിത്യം വേണ്ട, വിവരമില്ലാത്ത ആൾക്ക് ഖാദിയാവാമെന്ന് ലോകത്തൊരാളും പറയില്ല, അങ്ങനെ പറഞ്ഞിട്ടുമില്ല. ഈ ആത്മീയമായ പാരമ്പര്യം പോരാ എന്നുള്ളത്. ആത്മീയമായ പാരമ്പര്യമാണ് അറിവെന്ന് പറയുന്നത്. അറിവ് പരമ്പരാഗതമായി കിട്ടുന്നതാണ് അറിവ്, അല്ലാതെ ഒരാൾ സ്വയം ചിന്തിച്ചുണ്ടാക്കുന്നതല്ല. അത് ഈ ബിരുദങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ഫൈസി ബിരുദം, ബിരുദം എന്നതൊരു അടയാളം മാത്രമാണ്. ബിരുദമല്ല പാണ്ഡിത്യം, അറിവാണ്. ബിരുദമല്ല പാണ്ഡിത്യം എന്നുള്ളതാണ്. ബിരുദം എന്നതൊരു സർട്ടിഫിക്കേഷനാണ്. ആ സർട്ടിഫിക്കേഷൻ ആവശ്യം. നമ്മുടെ നാട്ടിലെ പാരമ്പര്യ വൈദ്യന്മാര് അവർക്കുള്ള അറിവ് MBBSകാർക്ക് ഉണ്ടാവില്ല. അപ്പൊ അറിവാണ് വേണ്ടത്. ഉമർ ഫൈസിയുടെ വാക്ക് ഉപയോഗിച്ചാൽ കിതാബ് വായിക്കാൻ അറിയണം, കിതാബ് വായിച്ച് അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ അറിയണം എന്നുള്ളതാണ്. അതിന് ഈ പറയുന്ന സർട്ടിഫിക്കേഷന്റെ ആവശ്യമില്ല. സർട്ടിഫിക്കേഷന്റെ ആവശ്യമില്ല, കഴിവുണ്ടാകണം. ആ കഴിവുണ്ടോ എന്നുള്ളത് ഓരോ ഖാസിമാരും പരിശോധിക്കേണ്ടതാണല്ലേ. ഖാസിമാരല്ല പരിശോധിക്കേണ്ടത്, ഖാസിയെ നിശ്ചയിക്കുന്നവരാണ്. പരിശോധിക്കാന്ന് പറഞ്ഞാൽ അവർക്ക് ബോധ്യപ്പെടണം. അത് അങ്ങനെ ബോധ്യപ്പെടാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ ഉമർ ഫൈസി ഫൈസിയോട് ചോദിച്ചാൽ തന്നെ ക്ലിയർ ആയിട്ട് വിവരം കിട്ടും. ഈ മാനവ സഞ്ചാര യാത്രക്കിടയിൽ കേരളത്തിന്റെ മതേതരത്വത്തിന് വിഘാതമായി തീരാൻ സാധ്യതയുള്ള എന്തെങ്കിലും എലമെന്റ് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു? യാത്രയിലുടനീളം പ്രധാനമായും ഉയർന്നു വന്ന ഒരു വിഷയം മുനമ്പം വഖഫിനെ കുറിച്ചായിരുന്നു. അതിന് ഞങ്ങൾ വളരെ ക്ലിയറായ ആ നയം പറഞ്ഞിട്ടുമുണ്ട്. അത് ഞാൻ പല പണ്ഡിത സഭകളുടെയും നയങ്ങളും സമീപകാലത്ത് പറയുന്നതായിട്ട് കേട്ടു. എല്ലാം ഒരേ രീതിയിൽ തന്നെയാണ്. വഖഫ് എന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് വലിയ തെറ്റിദ്ധാരണ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. വഖഫ് എന്ന് പറയുന്നത് എവിടെയെങ്കിലും കടന്നു കയറുന്ന ഒരു എലമെൻ്റാണ്. ഏതെങ്കിലും ഒരു ഭൂമിയെക്കുറിച്ച് ഞാൻ വഖഫ് എന്ന് പറഞ്ഞ് നാളെ അങ്ങോട്ട് ചെല്ലാം, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. വഖഫ് ബോർഡിന് തീരുമാനിക്കാം ഇത് വഖഫാണോ അല്ലേ എന്നുള്ള ഒരു വാക്ക് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. ഒരു വഖഫ് ഭൂമി, അതിനെക്കുറിച്ച് തർക്കമുണ്ടായാൽ അതാണോ അല്ലേ എന്ന് പറയേണ്ടത് ആരാണ്? വഖഫ് ബോർഡാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ
താങ്കളുടെ ഭൂമി വഖഫാണോ അല്ലേ എന്ന് വഖഫ് ബോർഡിന് തീരുമാനിക്കാം, എൻ്റെ ഭൂമി വഖഫാണോ അല്ലേ എന്ന് തീരുമാനിക്കാം എന്നല്ല. ഒരാൾക്ക് ഹലാലായ നിലക്ക് തനിക്ക് ലഭിച്ച സമ്പത്ത്, താൻ വില കൊടുത്തു വാങ്ങിയതോ പാരമ്പര്യമായി കിട്ടിയതോ ആയ മുതൽ, അത് മാത്രമേ വഖഫ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ വഖഫ് ചെയ്താൽ അതിന് ഒരു ഉടമസ്ഥനുണ്ട്, അപ്പോൾ അതിനൊരു ഓണറുണ്ട്. അപ്പോൾ ഒരാളുടെ ഓണർഷിപ്പിൽ മറ്റൊരാൾ കയറി കൂടിയാൽ എന്താണ് ചെയ്യുക? മുനമ്പത്തെ ഭൂമി വഖഫിന്റെ ഭൂമി തന്നെയാണ് എന്നൊരു ഭാഗത്തൊരു നിലപാടുണ്ട്. അത് വഖഫ് ഭൂമി അല്ല എന്നൊരു നിലപാടുണ്ട്. ഏതിനൊപ്പമാണ്? അത് രേഖ പരിശോധിച്ചിട്ട് പറയേണ്ടതാണ്. ഗവൺമെന്റ് അതിന് ജുഡീഷ്യൽ കൗൺസിലിന് വെച്ചിട്ടുമുണ്ട്. ഇപ്പോൾ അത് വഖഫ് ഭൂമി തന്നെയാണ്, അവിടെ നിന്ന് ആളുകളെ കുടിയൊഴിപ്പിച്ച് മറ്റൊരു സ്ഥലം കൊടുക്കുകയാണ്, അതാണ് അതിന്റെ സമവായം എന്നൊരു വിഭാഗം വാദിക്കുന്നുണ്ട്. അതല്ല, അത് വഖഫിന്റെ ഭൂമി അല്ലാതെ അവർക്ക് തന്നെ വിട്ടുകൊടുക്കുകയാണ് വേണ്ടതെന്ന് പറയുന്നുണ്ട്. ഇതിൽ ഏത് സമവായത്തോടൊപ്പമാണ് സമസ്തകൾ? ഒരു ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ മറ്റാരെങ്കിലും കയറി കൂടിയാൽ എന്താണ് ചെയ്യേണ്ടത് എന്നതിന് ഇവിടെ ഒരു നിയമമുണ്ട്. അപ്പോൾ ദേവസ്വത്തിന്റെ ഭൂമിയിലും ഇതേ പ്രശ്നങ്ങളുണ്ട്. ഈ അടുത്ത ദിവസം തന്നെ ഹൈക്കോടതിയുടെ ഓർഡറുണ്ട്, കൊച്ചിയിലെ ദേവസ്വത്തിന്റെ ഭൂമിയിൽ ഓക്യുപ്പൈ ചെയ്തിട്ടുള്ള വേറൊരു ഓർഗനൈസേഷനെ ഒഴിപ്പിക്കാൻ വേണ്ടി. ഗവൺമെന്റിൽ ലാൻഡിൽ കയറി കൂടുന്നതുണ്ട്, അതുപോലെ സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിൽ കയറി കൂടുന്നവരുണ്ട്. അതിനൊക്കെ എന്താണ് നിയമം? അതൊരു പൊതു നിയമവും വളരെ വ്യക്തമായ നിയമമാണല്ലോ. ഈ മുനമ്പം പോലുള്ള വഖഫ് മാത്രമാകുമ്പോൾ അത് വലിയൊരു പ്രശ്നമായി മാറുന്നത് എങ്ങനെയാണ്? അതൊരു ഓണർഷിപ്പ് അല്ലേ? അല്ലാതെ കുറെ കാലമായി അവിടെ താമസിച്ചു വരുന്ന ആളുകളുണ്ടല്ലോ. അവിടെ മാത്രമല്ല, ആളുകൾ കുറെ കാലമായി താമസിച്ചു വരുന്ന ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. ഇപ്പോൾ മൂന്നാറിൽ തേയിലത്തോട്ടങ്ങളിൽ താമസിച്ചു വരുന്ന ആളുകളുണ്ട്. ഞാനിപ്പോൾ ചെന്നപ്പോൾ കണ്ടു, അവിടെ വർഷങ്ങളായി താമസിച്ച ആളുകൾ അവരെ ജോലി കഴിയുമ്പോൾ അവർ പിരിച്ചു